നമസ്കാരം. ഭൂമിയുടെയും സൗരയൂഥത്തിൻ്റെയും അന്ത്യത്തെക്കുറിച്ച് ശാസ്ത്രലോകം ഇതുവരെ പുലർത്തിയിരുന്ന പരമ്പരാഗത ധാരണകളെ പൂർണ്ണമായും തിരുത്തിക്കുറിച്ചുകൊണ്ട് പുതിയൊരു ആഗോള പഠനം പുറത്തു വന്നിരിക്കുകയാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം സൂര്യൻ അതിൻ്റെ ആയുസ്സിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ചുവന്ന ഭീമൻ നക്ഷത്രമായി മാറുമെന്നും തുടർന്ന് ബുധൻ, ശുക്രൻ എന്നിവയോടൊപ്പം ഭൂമിയെയും ചൊവ്വയെയും അത് പൂർണ്ണമായും വിഴുങ്ങുമെന്നുമായിരുന്നു ശാസ്ത്രജ്ഞർ വളരെ കാലമായി വിശ്വസിച്ചിരുന്നത്. എന്നാൽ പുതിയ ഗവേഷണങ്ങൾ പ്രകാരം നമ്മുടെ മാതൃഗ്രഹമായ ഭൂമിയും അയൽഗ്രഹമായ ചൊവ്വയും സൂര്യൻ്റെ ഈ അന്ത്യപ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടേക്കാമെന്നാണ് കണ്ടെത്തൽ. സൂര്യൻ്റെ അവസാന നാളുകളിൽ വികസിക്കുമെങ്കിലും ഭൂമിയെ വിഴുങ്ങാൻ തക്കവണ്ണം അത് മുന്നോട്ട് വരില്ലെന്ന പുതിയ ശാസ്ത്രീയ നിഗമനം മനുഷ്യരാശിയുടെ ഭാവി പ്രവചനങ്ങളിൽ വലിയൊരു വഴിത്തിരിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നക്ഷത്രങ്ങളുടെ പരിണാമവുമായി ബന്ധപ്പെട്ട അത്യാധുനിക കമ്പ്യൂട്ടർ മോഡലുകളും പ്രപഞ്ച നിരീക്ഷണങ്ങളും അടിസ്ഥാനമാക്കിയാണ് ശാസ്ത്രജ്ഞർ ഈ പുതിയ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സൂര്യൻ ഒരു ചുവന്ന ഭീമനായി മാറുന്ന പ്രക്രിയയ്ക്കിടയിൽ അതിൻ്റെ ഭാരത്തിൻ്റെ വലിയൊരു പങ്ക് ബഹിരാകാശത്തേക്ക് ഒഴുക്കിക്കളയും. നക്ഷത്രത്തിൻ്റെ പിണ്ഡം ഇത്തരത്തിൽ ഗണ്യമായി കുറയുമ്പോൾ ഗ്രഹങ്ങൾക്ക് മേലുള്ള അതിൻ്റെ ഗുരുത്വാകർഷണ ബലത്തിനും വലിയ രീതിയിലുള്ള കുറവുണ്ടാകും. ഇതിൻ്റെ ഫലമായി ഭൂമിയുടെയും ചൊവ്വയുടെയും ഭ്രമണപഥങ്ങൾ നിലവിലുള്ള സ്ഥാനത്ത് നിന്നും സാവധാനം പുറത്തേക്ക് നീങ്ങാൻ തുടങ്ങും. അതായത് സൂര്യൻ വികസിക്കുന്നതോടൊപ്പം തന്നെ ഭൂമിയും സൂര്യനിൽ നിന്നും കൂടുതൽ അകലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഈ ഭ്രമണപഥ വ്യതിയാനം കാരണം സൂര്യൻ്റെ വിനാശകരമായ ബാഹ്യവലയത്തിന് ഭൂമിയെ തൊടാൻ സാധിക്കാതെ വരും. ഗ്രഹം പൂർണ്ണമായ തകർച്ചയിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും എന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ സൂര്യൻ്റെ വിഴുങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു എന്നതുകൊണ്ട് ഭൂമിയിൽ ജീവൻ അതേപടി നിലനിൽക്കുമെന്ന് അർത്ഥമാക്കേണ്ടതില്ല എന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സൂര്യൻ വികസിക്കുന്ന ഘട്ടത്തിൽ ഗ്രഹം നേരിടേണ്ടി വരുന്ന ചൂട് അതീവ ഭീകരമായിരിക്കും. ഈ ഘട്ടത്തിൽ ഭൂമിയിലെ സമുദ്രങ്ങളെല്ലാം പൂർണ്ണമായി വറ്റി വരളുകയും അന്തരീക്ഷം കരിഞ്ഞു പോവുകയും ചെയ്യും. കാൽകുത്തൻ ഒരിടം ബാക്കി ഉണ്ടാകുമെങ്കിലും ജീവൻ്റെ നേരിയ കണിക പോലും നിലനിൽക്കാൻ സാധിക്കാത്ത വണ്ണം ഭൂമി ഒരു തരിശു ഭൂമിയായി മാറും. എങ്കിലും ഗ്രഹം എന്ന നിലയിൽ ഭൂമിയുടെ ഭൗതിക ഘടന പ്രപഞ്ചത്തിൽ അവശേഷിക്കുമെന്നത് ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് വലിയൊരു പുതിയ അറിവാണ്. ചൊവ്വയ്ക്കും സമാനമായ അവസ്ഥയായിരിക്കും നേരിടേണ്ടി വരിക. സൂര്യൻ്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിലും അതിൻ്റെ ഉപരിതല സാഹചര്യങ്ങൾ കൂടുതൽ വന്യമായി മാറും. സൗരയൂഥത്തിലെ ഈ ഭാവി അവസ്ഥയെ പ്രപഞ്ചത്തിലെ മറ്റ് മാതൃനക്ഷത്രങ്ങളുടെ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്താണ് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിക്കുന്നത്. സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾ അവയുടെ അവസാന ഘട്ടത്തിന് ശേഷം ഒരു വൈറ്റ് ഡ്വാർഫ് അഥവാ വെള്ളക്കുള്ളൻ നക്ഷത്രമായി ചുരുങ്ങാറുണ്ട്. ഇത്തരത്തിലുള്ള മൃദു നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഇപ്പോഴും തകരാതെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളെ ജ്യോതിശാസ്ത്രജ്ഞർ അടുത്തതായി കണ്ടെത്തിയിരുന്നു. സ്വന്തം നക്ഷത്രത്തിൻ്റെ മരണത്തെ അതിജീവിച്ച ആ ഗ്രഹങ്ങളുടെ സാന്നിധ്യം നമ്മുടെ ഭൂമിയുടെയും ചൊവ്വയുടെയും ഭാവി രക്ഷപ്പെടൽ സാധ്യതകൾക്ക് വലിയൊരു തെളിവായി ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം സൂര്യൻ ഒരു വെള്ളക്കുള്ളനായി മാറുമ്പോൾ ജീവനറ്റതാണ് എങ്കിലും നമ്മുടെ ഭൂമി അതിനെ ദൂരെ നിന്ന് വലം വെച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ അവശേഷിക്കുമെന്നാണ് ഈ പഠനം അടിവരയിടുന്നത്. പ്രപഞ്ചശാസ്ത്രത്തിൽ അന്തിമമെന്ന് കരുതുന്ന പല ധാരണകളും പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ തിരുത്തപ്പെടാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കണ്ടെത്തൽ. ഭൂമിയുടെ അന്ത്യം സൂര്യൻ്റെ വയറ്റത്തായിരിക്കില്ല എന്ന അറിവ് ഭാവിയിൽ മനുഷ്യരാശിക്ക് മറ്റ് ഗ്രഹങ്ങളിലേക്ക് ചേക്കാറാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് പുതിയ ഊർജ്ജം നൽകും. ഭൂമി പൂർണ്ണമായും ഇല്ലാതാകില്ല എങ്കിലും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യർക്ക് ജീവൻ നിലനിർത്താൻ ഈ സൗരയൂഥത്തിന് വെളിയിലുള്ള മറ്റ് വാസയോഗ്യമായ ഗ്രഹങ്ങൾ കണ്ടെത്തേണ്ടി വരും എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ പ്രപഞ്ചത്തിൻ്റെ വിനാശകരമായ നിയമങ്ങൾക്കിടയിലും ഭൂമി എന്ന നീലഗ്രഹം പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടില്ല എന്ന പുതിയ പഠനം പ്രപഞ്ച രഹസ്യങ്ങളിലേക്കുള്ള മനുഷ്യൻ്റെ ശാസ്ത്രീയ യാത്രയിലെ ഏറ്റവും കൗതുകകരമായ ഒരു അധ്യായമാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.